ഹലോ, ഞങ്ങളിന്ന് ഫാമിലി ആയിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഞങ്ങളിന്നൊരു യാത്ര പോവാണ് കേട്ടോ. വയനാട്ടിലേക്കാട്ടോ യാത്ര. ഇത് വാവേട്ടനാണ് കേട്ടോ. വാവേട്ടനും ഫാമിലിയും ഉണ്ട്. അതുപോലെ ഹരീഷേട്ടനും ഫാമിലിയും. ഹരീഷേട്ടൻ വണ്ടി ഓടിക്കുകയാണ്. ഹരീഷേട്ടൻ്റെ ഫാമിലി ആട്ടത് വൈഫും മോളും മോനുമാണ്. പിന്നെ നമ്മളെ കൂടെ ഒരു ന്യൂ കപ്പിൾസ് കൂടിയുണ്ട്. അവിടെ കല്യാണം കഴിഞ്ഞിട്ട് 2 ആഴ്ചയായിട്ടുള്ളൂ. അപ്പോൾ അവരും നമ്മളെ കൂടെ ഈ ട്രിപ്പിലുണ്ട്. ഇതാ വിഭുവും അനഘയും. അത് വിദ്യ വാവേട്ടൻ്റെ വൈഫാണ്. പിന്നെ ഞങ്ങൾ ഫാമിലിയും. ഇത്രേ ഉള്ളൂ കേട്ടോ. ഇത്ര കുറച്ച് ആൾക്കാരുള്ളൂ ട്രിപ്പിൽ. വണ്ടിയിൽ ഇനിയും കുറേ സ്ഥലം ഉണ്ടായിരുന്നു. വയനാട്ടിലെ ബത്തേരിക്കടുത്തുള്ള റിസോർട്ടിലേക്കാട്ടോ നമ്മളെ യാത്ര. കുറച്ച് പേര് ടൂറിലുള്ളെങ്കിലും നല്ല എൻജോയ് ചെയ്തിട്ടാട്ടോ ഞങ്ങൾ പോയത്. നല്ല പാട്ടും ഡാൻസൊക്കെ ഉണ്ടായിരുന്നു വണ്ടിയിൽ. ഇത് വാവേട്ടൻ്റെ മക്കളാണ്. നമ്മൾ വയനാട് എന്ന് കേൾക്കുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് ആദ്യം ഓടി വരിക അവിടുത്തെ അരുവിയും വെള്ളച്ചാട്ടവും മൃഗങ്ങളും വനങ്ങളും ഒക്കെയാണ്. പക്ഷെ ഇടയ്ക്ക് എപ്പോഴും നമ്മുടെ മുണ്ടക്കയും ചൂരൽമലയൊക്കെ മനസ്സിലേക്ക് ഒന്ന് വന്നു. അതിനിടയിൽ വാവേട്ടൻ്റെ വിഭുവിൻ്റെ ഏട്ടൻ്റെ അടിപൊളി പാട്ടുകളും ഉണ്ടായിരുന്നു കേട്ടോ. ഇതാട്ടോ സുൽത്താൻ ബത്തേരിയുള്ള നമ്മളെ വിൻറ്റേജ് ഗാർഡൻ റിസോർട്ട്. ഇവിടെയാട്ടോ നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഏകദേശം ഒരു ഉച്ചയോട് അടുത്താട്ടോ ഞങ്ങൾ അവിടെ എത്തിയത്. ഒരു ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ റിസോർട്ട് കാണാൻ നല്ല അടിപൊളിയായിരുന്നു. ഇരുവശങ്ങളും മരങ്ങളും മുളകളും ഏറുമാടങ്ങളൊക്കെ ഉണ്ടായിട്ട് നല്ല അടിപൊളിയായിരുന്നു റിസോർട്ട്. നല്ല തണുപ്പും ഫീൽ ചെയ്തിരുന്നു. ഒരു ഏകദേശം കോട ഇറങ്ങിയ പോലെ ഉണ്ടായിരുന്നു. ഇതാണ് ഞങ്ങളുടെ റൂം. അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ ഉള്ള റൂമായിരുന്നു. ഉച്ചയോട് അടുത്തതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കയ്യിൽ ബിരിയാണി ചെമ്പ് ഉണ്ടായിരുന്നു. നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ വരുമ്പോൾ അത് ബിരിയാണി ചെമ്പായിട്ടാട്ടോ വന്നത്. ഈ റിസോർട്ടിൽ ഫുഡ് കഴിക്കാനുള്ള ഒരു പ്രത്യേക സ്പേസ് തന്നെ ഉണ്ട് കേട്ടോ. അതിനോട് ചേർന്നൊരു കിച്ചണും ഉണ്ട്. അതിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ തരം പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബൗളും പ്ലേറ്റും ഗ്ലാസ്സും സ്പൂണുകളും തുടങ്ങിയ എല്ലാ നമുക്ക് ആവശ്യമുള്ള ഐറ്റംസൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഫുഡ് കുക്ക് ചെയ്ത് കഴിക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളിവിടെ ഫുഡൊക്കെ എടുത്താണ് പോയത്. അതുകൊണ്ട് അതിൻ്റെ ആവശ്യം വന്നില്ല. എന്തായാലും ഫുഡൊക്കെ പെട്ടെന്ന് സെറ്റാക്കി. പിള്ളേർക്കൊക്കെ നല്ല വിശപ്പുണ്ടായിരുന്നല്ലോ. അങ്ങനെ ദാ നമ്മളെ പിള്ളേരൊക്കെ ദാ ഫുഡിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാവരും ബിരിയാണി കഴിക്കാൻ വേണ്ടിയുള്ള ആവേശത്തിലിരിക്കുകയാണ്. അങ്ങനെ ബിരിയാണി ചെമ്പൊക്കെ പൊട്ടിച്ചതിന് ശേഷം പീസൊക്കെ സെപ്പറേറ്റ് പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ പിള്ളേർക്കാണ് ആദ്യം കഴിക്കാൻ കൊടുത്തത്. അവർക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അതുപോലെ ഞാൻ വാമിക്കും ഫുഡ് കൊടുത്തു. വാമി ബിരിയാണിയിലെ മിക്സ് ചെയ്ത റൈസ് അവൾക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അവൾക്ക് കുറച്ച് വൈറ്റ് റൈസ് മാറ്റിയെടുത്തതിന് ശേഷം ഞാൻ അതാട്ടോ അവൾക്ക് കൊടുത്തത്. രാവിലെ എടുത്ത് വെച്ച ഫുഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ എത്തുമ്പോഴത്തേക്കും ഫുഡൊക്കെ നന്നായിട്ട് തണുത്ത് പോയിരുന്നു. പിന്നെ ചിക്കൻ പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊന്ന് ഓവനിൽ വെച്ച് ചെറുതായിട്ട് ചൂടാക്കി. മാമിക്കുട്ടി പുറത്ത് നല്ല കളിയാണ്, ഡാൻസൊക്കെ ആയിട്ട് കളിക്കുകയാണ്. മാമി ജനിച്ചതിന് ശേഷം ഞങ്ങൾ ഫസ്റ്റ് ടൈം ആട്ടോ ടൂർ വരുന്നത്. അപ്പോൾ അവൾ നല്ല എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ പൂളിലൊക്കെ ഇറങ്ങി. എനിക്ക് നീന്താനൊന്നും അറിയില്ല. പക്ഷെ വെള്ളം കണ്ടപ്പോൾ ഒരു ആവേശത്തിൽ അങ്ങനെ റിങ്ങിട്ട് ഇറങ്ങിയതാണ്. ഇതാകുമ്പോൾ മുങ്ങിത്താവൊന്നുമില്ലല്ലോ, ആ ഒരു ധൈര്യത്തിലാട്ടോ ഇറങ്ങിയത്. എൻ്റെ മോനെ പറഞ്ഞാൽ പൂള് ഭയങ്കര ഇഷ്ടമാണ്. അവൻ എപ്പോഴും പറയും സ്വിമ്മിംഗ് പൂളിൽ കളിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ടൂർ പോകണമെന്ന് എപ്പോഴും എപ്പോഴും പറയാറുണ്ട്. അങ്ങനെ അവൻ്റെ ഒരു ആഗ്രഹം കൂടിയായിരുന്നു ഇത്. എനിക്ക് വിധിക്ക് നീന്താനൊന്നും അറിയില്ല കേട്ടോ. ഞങ്ങൾ ആ റിങ്ങിൽ കയറിയിട്ട് വെറുതെ ഇങ്ങനെ തുഴഞ്ഞ് തുഴഞ്ഞ് പോവാണ്. പിള്ളേർക്ക് കളിക്കാനായിട്ടൊരു സെപ്പറേറ്റ് പൂൾ തന്നെ ഉണ്ട് കേട്ടോ. അതിൽ ആഴം കുറവാണ്. ഞാൻ കുറേ നേരം അതിലൊക്കെ കളിച്ച്. അങ്ങനെ പൂളിൽ ഞങ്ങൾ നീരാട്ടമൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം ഞാനും മാമിക്കുട്ടിയും കൂടി ആ റിസോർട്ടൊക്കെ ഒന്ന് ചുറ്റി കാണാൻ നടന്ന്. അവിടെ ഒരു കിഡ്സ് സോൺ ഉണ്ട് കേട്ടോ. പിള്ളേർക്ക് കളിക്കാനുള്ള കുറേ സംഭവങ്ങൾ അവിടെ, ഊഞ്ഞാലും സ്ലൈഡും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. നല്ല പിള്ളേർക്കൊക്കെ നല്ല എൻജോയ് ചെയ്ത് കളിക്കാൻ പറ്റിയൊരു സ്പേസ് തന്നെ ഉണ്ട് കേട്ടോ. ഇതുകൂടാതെ ഷട്ടിൽ ബാറ്റും ക്യാരം ബോർഡും അങ്ങനെ ക്രിക്കറ്റ് കളിക്കാനുള്ള സ്പേസൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഈ റിസോർട്ടിൻ്റെ എൻഡിലേക്ക് നമുക്കൊരു ചെറിയൊരു കുളം കാണാം. അതിൽ നമുക്ക് മീൻ പിടിക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ. അവിടുന്ന് ചൂണ്ടയും വല അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അവരോട് ചോദിച്ചാൽ മതി, അവരെടുത്ത് തരും. ഇതിനപ്പുറത്തേക്ക് പാടാണ്. റിസോർട്ടിൻ്റെ എൻഡിലാട്ടോ ഈ ചെറിയൊരു കുളം ഉള്ളത്.
കുറച്ച് നേരം ഞങ്ങളവിടെ കറങ്ങിയതിന് ശേഷം വീണ്ടും ഞങ്ങൾ തിരിച്ച് റിസോർട്ടിലേക്ക് തന്നെ പോയി. അങ്ങനെ ഏകദേശം രാത്രി ആവാനായി. അങ്ങനെ രാത്രി ഞങ്ങൾ സ്പെഷ്യൽ എന്ന ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കാനുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ അതിനുള്ള ഐറ്റംസൊക്കെ ഞങ്ങളിവിടെ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇന്നത്തെ ഗ്രിൽഡ് ചിക്കൻ്റെ റെസിപ്പി മൊത്തം റിനാട്ടനാണ് ഏറ്റെടുത്തത്. റെസിപ്പി മാത്രമല്ല അതുണ്ടാക്കുന്നതും റിനാട്ടൻ തന്നെയാണ്. അപ്പം ഞങ്ങൾ അതിന് കൂടെ ഒന്ന് കൂടിക്കൊടുത്ത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പാചകത്തിൻ്റെ ഇടയിലും നല്ല പാട്ടൊക്കെ ഉണ്ടായിരുന്നു. ബ്ലൂടൂത്തിൽ നല്ല പാട്ടൊക്കെ ഇട്ട് നല്ല ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. പിള്ളേരൊക്കെ നല്ല എൻജോയ് ചെയ്ത് ഡാൻസ് കളിക്കാനുള്ള ത്രില്ലിൽ അങ്ങനെ നിൽക്കുകയാണ്. വാമിക്കുട്ടി ഡാൻസ് പാട്ട് കേട്ടാൽ തന്നെ അവൾ തുള്ളാൻ തുടങ്ങും. വാമി ആദൂസും മിയമോളും അമ്പാടി പൊടിമോള് മോനുട്ടനെ അങ്ങനെ എല്ലാവരും നല്ല ആവേശത്തിലെ സോങ് തന്നെയാണ് കേട്ടോ ഇട്ടത്. നല്ല അടിപൊളിയായിട്ട് നല്ല എൻജോയ് ചെയ്ത് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് പിള്ളേർ. അതിനിടയിൽ നമ്മളെ ന്യൂ കപ്പിൾസിൻ്റെ ഡാൻസ് കൂടെ ഉണ്ട് കേട്ടോ. അവർ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടാട്ടോ ഡാൻസൊക്കെ ചെയ്യുന്നത്. അടുത്ത നമ്മളെ വാവേട്ടൻ്റെയും റിനേട്ടൻ്റെയും വിഭുവിൻ്റെയും ഒക്കെ അടിപൊളി ഡാൻസ് ആയിരുന്നു. മൈക്കിൾ ജാക്സൻ്റെ സ്റ്റെപ്പൊക്കെ അവർ ഇടുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. എന്തായാലും നല്ല അടിപൊളിയായിരുന്നു അവരുടെ ഡാൻസൊക്കെ. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഗ്രില്ല് ചെയ്യാനുള്ള ചിക്കനൊക്കെ മസാല തേച്ച് പിടിപ്പിച്ച് ഒന്ന് ഫ്രിഡ്ജിൽ 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനൊക്കെ വെച്ചിട്ടുണ്ട്. എന്തായാലും ഇവരെ ഡാൻസിന് ശേഷം പിന്നെ ഞങ്ങളെ ഡാൻസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളും മോശമാവരുതല്ലോ, ഞങ്ങളും നല്ല അടിപൊളിയൊക്കെ ആയിട്ട് ഡാൻസൊക്കെ ചെയ്തു. ഇത് കഴിഞ്ഞതിന് ശേഷം കേട്ടോ നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലേക്ക് കടന്നത്. അങ്ങനെ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു പ്രത്യേക സ്പേസ് തന്നെ ഉണ്ട്. ഇവിടെ എല്ലാത്തിനും പ്രത്യേകമായിട്ടുള്ള ഓരോ സ്പേസിലായിട്ടുള്ളത്. എന്നാലും ക്യാമ്പ് ഫയർ ഞങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ സമയം 7 മണി, ഒരു 7 മണി വരെ ഇവർ ക്യാമ്പ് ഫയറിന് അലൗഡ് ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ക്യാമ്പ് ഫയർ പറ്റില്ല എന്നാണ് പറയുന്നത്. കാരണം ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് അത് പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ ആ തീരുമാനം ഞങ്ങൾ അങ്ങനെ ഒഴിവാക്കി. പക്ഷെ എന്നാലും വല്ലാത്തൊരു സങ്കടമായിപ്പോയി. ടൂറെന്ന് പറയുന്ന ഒരു ക്യാമ്പ് ഫയറൊക്കെ ഇല്ലെങ്കിൽ എന്താ അല്ലേ. എന്തായാലും അടുത്ത തവണ നോക്കാം. അങ്ങനെ ഗ്രില്ല് ചെയ്യാനുള്ള പരിപാടിയിലേക്ക് ഞങ്ങൾ കിടന്നു. ഗ്രില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും അവർ തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അങ്ങനെ ഗ്രില്ല് ചെയ്യാനുള്ള ചിക്കൻ നമ്മൾ കണ്ണിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചിക്കൻ ഇവിടെ ഗ്രില്ലായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രാത്രിയിലെ ഞങ്ങൾ ഫുഡ് എന്ന് പറയുന്നത് ഗ്രിൽഡ് ചിക്കനും നമ്മൾ ഉച്ചത്തെ ബിരിയാണി ആയിരുന്നു. കാരണം ബിരിയാണി റൈസ് ഒത്തിരി ബാക്കിയുണ്ടായിരുന്നു. അവർ നമ്മളോട് സെപ്പറേറ്റ് ഫുഡ് എന്തെങ്കിലും വേണമെന്നൊക്കെ ചോദിച്ചിരുന്നു. പക്ഷെ നമ്മൾ വേണ്ടെന്ന് പറഞ്ഞു. കാരണം ഇത്രയും ഫുഡ് വേസ്റ്റ് ആയി പോകില്ല. ബിരിയാണിയൊക്കെ കഴിച്ച് ഞങ്ങൾ സുഖമായിട്ട് കിടന്നുറങ്ങി. മോർണിംഗ് ഞങ്ങൾ ഒരു ചായ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ കിച്ചണിലേക്ക് പോവുകയാണ്. അതിനിടയിൽ വാമിക്കുട്ടി ആ പാർക്കിലൊന്ന് കയറി കളിക്കുകയാണ്. അവൾ ആ പാർക്ക് നേരത്തെ കണ്ടു വെച്ചുകൊണ്ട് അവൾക്ക് പെട്ടെന്ന് തന്നെ ആ സ്പോട്ട് എത്തിയപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി. പിന്നെ ചായയൊക്കെ കുടിച്ച് ഞങ്ങളും ആ പാർക്കിലൊക്കെ ഒന്ന് കയറി. ഈ സമയം നമ്മൾ പൊടിമോളും മിയമോളൊക്കെ വന്നിരുന്ന് അങ്ങനെ വാമിക്കുട്ടിയും പൊടിമോളും മിയമോളൊക്കെ കുറച്ച് നേരം അവിടെ നിന്ന് കളിച്ചു. അപ്പോഴേക്കും സമയം ഒരു 9 മണിയായി. ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമായിരുന്നു. ഇന്നത്തെ സ്പെഷ്യൽ നല്ല കുറുമക്കറിയും പിന്നെ വട, പത്തിരി, വെള്ളയപ്പവും കൂടാതെ ബ്രെഡും ജാമും മുട്ട പുഴുങ്ങിയതും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ആദൂസ് വടയും കുറുമക്കറിയും ഒരു മുട്ട പുഴുങ്ങിയതാണ് കേട്ടോ കഴിച്ചത്. അങ്ങനെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ നേരെ പോയത് ആ റിസോർട്ടിൻ്റെ എൻഡിലുള്ള ആ കുളത്തിലേക്കാണ് കേട്ടോ. അവിടെ ആ കുളത്തിൽ നിറയെ മീനൊക്കെ ഉണ്ടായിരുന്നു. അതിന്ന് മീനിനെ ചൂണ്ടയിട്ട് പിടിക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ റിനേട്ടനും അനീഷേട്ടനും കൂടി മീനിനെ കൊളുത്തിട്ട് പിടിക്കുകയാണ്. അങ്ങനെ 1-2 മീനൊക്കെ കിട്ടിയ മീൻ അതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തു. ചെറിയ മീനായതുകൊണ്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം
പൂളിലൊക്കെ ഒന്ന് ഇറങ്ങി രാവിലെ. ഏകദേശം റൂം വെക്കറ്റ് ചെയ്യാനുള്ള സമയമൊക്കെ ആയണല്ലോ. 11:30 ആകുമ്പോൾ റൂം വെക്കറ്റ് ചെയ്യണം. അപ്പോൾ ആ സമയം ഞങ്ങൾ പൂളിലൊക്കെ ഒന്ന് ഇറങ്ങാൻ തീരുമാനിച്ച്. അങ്ങനെ വെള്ളത്തിനൊക്കെ നല്ല തണുപ്പുണ്ടായിരുന്നു. പിള്ളേരൊക്കെ കിടുകിടാ വിറയ്ക്കുന്നുണ്ട്. എന്നാലും വേണ്ടിയില്ല, അവർ കളിക്കാനുള്ള മൂഡിൽ, പൂളിലിറങ്ങി കളിക്കാനുള്ള ഒരു ത്രില്ലിൽ അവരങ്ങനെ കളിക്കുന്നുണ്ട്. പിന്നെ ഏകദേശം 11:30 ആയപ്പോൾ റൂം വെക്കേറ്റ് ചെയ്യാനുള്ള സമയമായി. ഞങ്ങൾ വയനാട് ടാറ്റ പറയാണ് ഗൈസ്. തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ കണ്ട മനോഹരമായ കാഴ്ചയാട്ടത്. അങ്ങനെ ഇന്നത്തെ വയനാടൻ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റ, ബൈ ബൈ.